പൊതുവെ ആളുകൾ പറയുന്നത് ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ടല്ലേ പൊണ്ണത്തടി ഉണ്ടാകുന്നതെന്നാണ്. പക്ഷേ വാരി വലിച്ച് കഴിക്കാനും ഒരു കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ലെപ്റ്റിൻ എന്ന ഹോർമോണിൻ്റെ കുറവാണ് ഇതിന് കാരണം. നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിൻ ഹോർമോണിൻ്റെ അഭാവം അറിയാനായിട്ട് നമുക്ക് ലെപ്റ്റിൻ സിറം ടെസ്റ്റ് അവൈലബിൾ ആണിപ്പോൾ. അതിലൂടെ നമുക്ക് ലെപ്റ്റിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാം. അമിതഭാരവും പൊണ്ണത്തടിയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. പൊതുവെ ആളുകൾ പറയുന്നത് ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ടല്ലേ പൊണ്ണത്തടി ഉണ്ടാകുന്നതെന്നാണ്. പക്ഷേ വാരി വലിച്ച് കഴിക്കാനും ഒരു കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ലെപ്റ്റിൻ എന്ന ഹോർമോണിന്റെ കുറവാണ് ഇതിന് കാരണം. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലാകുമ്പോൾ കുറച്ചു മാത്രം കഴിക്കാൻ നിർദ്ദേശിക്കുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. അതിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നത്. ആവശ്യത്തിന് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ലഭിക്കാതാവുമ്പോൾ നമ്മൾ ഭക്ഷണം വാരി വലിച്ച് കഴിക്കുകയും അതിലൂടെ പൊണ്ണത്തടി ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിൻ ഹോർമോണിൻ്റെ അഭാവം അറിയാനായിട്ട് നമുക്ക് ലെപ്റ്റിൻ സിറം ടെസ്റ്റ് അവൈലബിൾ ആണിപ്പോൾ. അതിലൂടെ നമുക്ക് ലെപ്റ്റിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാം. ലെപ്റ്റിൻ ഹോർമോൺ കുറവാണെങ്കിൽ നമുക്കത് ഡയറ്റിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അതായത് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ലെപ്റ്റിൻ്റെ കണ്ടൻറ് ഉള്ളതായിട്ട് പഠനങ്ങൾ പറയപ്പെടുന്നു. ലെപ്റ്റിൻ ഹോർമോൺ കുറവുള്ളവർക്ക് നമുക്ക് ഡയറ്റ് നോക്കാവുന്നതാണ്. അതായത് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ ഇടവിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കുക, ദിവസം 3 നേരം മാത്രം കഴിക്കുക, കിടക്കുന്നതിന് 3 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് നിങ്ങൾക്ക് അമിതഭാരമാണോ പൊണ്ണത്തടിയാണോ എന്ന് കണ്ടുപിടിക്കാം. 18 മുതൽ 24 വരെ ഉള്ള അളവിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ ഹെൽത്തി ആണെന്നും, 18 കുറവാണെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് ആയിട്ടും കണക്കാക്കപ്പെടുന്നു. BMI 18-നും 24-നും ഇടയിൽ നിൽക്കുന്നവരെ ഹെൽത്തി പേഴ്സൺ ആയിട്ടും, BMI 18-ൽ താഴെയുള്ളവരെ അണ്ടർ വെയ്റ്റിലും, അതുപോലെ തന്നെ 25-ലും 29-ലും BMI നിൽക്കുന്നവർക്ക് പൊണ്ണത്തടിയായും കണക്കാക്കപ്പെടുന്നു. അതേസമയം BMI 30-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉള്ളതായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊരു ഫോർമുലയുണ്ട്. അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്നാണ് പറയാം. അതായത് വെയ്റ്റ് ഒരു 51-ഉം ഹൈറ്റ് 152 സെൻറ്റിമീറ്ററും ആണെങ്കിൽ, അതായത് ഈ 152 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുക. അതായത് 51 ഡിവൈഡ് ബൈ 1.52 ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ കിട്ടുന്ന ഉത്തരം 22 ആണെങ്കിൽ ആ ആൾ ഹെൽത്തി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് 18 to 24 വരെയുള്ളവരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടുത്താം. 18-ൽ കുറവാണെങ്കിൽ അവരെ അണ്ടർ വെയ്റ്റിലേക്ക് കണക്കാക്കപ്പെടുത്താം. അതുപോലെ 25 to 29 വരെയുള്ളവരെ നമുക്ക് അമിത ഭാരമുള്ളതായിട്ടും, 30-ൽ കൂടുതൽ BMI കാണുന്നവരെ പൊണ്ണത്തടി ഉള്ളതായിട്ടും കണക്കാക്കപ്പെടുത്താം. ഇനി ഭാരം കുറയ്ക്കാനായിട്ടാണെങ്കിൽ ഇലക്കറികൾ കഴിക്കുക, ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അവക്കാഡോ, അതുപോലെ ബെറീസുകൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് യൂസ് ചെയ്യാം. ഇതൊക്കെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ്. രക്ഷിതാക്കൾക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളിലും അത് കാണപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഇത് പാരമ്പര്യമാണ്, ഒരിക്കലും മാറുകയില്ലെന്നും പറഞ്ഞ് വീണ്ടും കിട്ടുന്നത് മുഴുവൻ വാരി വലിച്ച് കഴിച്ചാൽ പൊണ്ണത്തടി കൂടുകയുള്ളൂ. അതേസമയം എക്സസൈസ് ചെയ്ത് നമ്മളതിനെ ഫുഡിൽ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ പാരമ്പര്യമായിരുന്നാലും നമുക്കതിനെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതാണ്. ഒബിസിറ്റിക്ക് കാരണമാകുന്ന രോഗാവസ്ഥകളെക്കുറിച്ച് പറയാം. ഒന്ന് അലസത. അലസത എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എക്സർഷനൊന്നും ഉണ്ടാകാതെ വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടിയിട്ട് അത് പൊണ്ണത്തടിയിലേക്ക് നയിക്കും. അതേസമയം അതുപോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇതേ ഒരവസ്ഥയാണ് കാണപ്പെടുന്നത്. അവർ ഫുൾ ടൈം ഇരിക്കുകയും അതിലൂടെ ഭക്ഷണം കഴിക്കുകയും മാത്രം ചെയ്യുന്നതിലൂടെയും പൊണ്ണത്തടി ഉണ്ടാകാം. അതിന് അവർ ജോലിക്കിടയിൽ കുറച്ച് സമയം എഴുന്നേറ്റ് നടക്കുകയും എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അതിനെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് പാരമ്പര്യം. ഈ പാരമ്പര്യം എന്ന് പറയുമ്പം രക്ഷിതാക്കൾക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളിലും അത് കാണപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഇത് പാരമ്പര്യമാണ്, ഒരിക്കലും മാറുകയില്ലെന്നും പറഞ്ഞ് വീണ്ടും കിട്ടുന്നത് മുഴുവൻ വാരി വലിച്ച് കഴിച്ചാൽ പൊണ്ണത്തടി കൂടുകയുള്ളൂ. അതേസമയം എക്സസൈസ് ചെയ്ത് നമ്മളതിനെ ഫുഡിൽ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ പാരമ്പര്യമായിരുന്നാലും നമുക്കതിനെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതാണ്. വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നിങ്ങൾക്കത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. മുതിർന്നവരിലെന്ന പോലെ തന്നെ കുട്ടികളിലും പൊണ്ണത്തടി വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഈ പൊണ്ണത്തടി മാറിയിരിക്കുകയാണ്. കുട്ടികളിലെ അമിതവണ്ണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും.